ശ്രീദേവി ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. 2026 വ്യാഴമാറ്റം തുലാക്കൂറിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസ്ഥാനമായ 9-ാം രാശിയിൽ നിന്ന് പ്രവൃത്തിസ്ഥാനമായ 10-ാം രാശിയിലോട്ട് ഉച്ചസ്ഥ ബലവാനായി കർക്കടകം രാശിയിലോട്ട്, അതായത് വ്യാഴഗ്രഹത്തിൻ്റെ സ്വന്തം രാശിയിലോട്ട് മാറുമ്പോൾ ഇവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആദ്യമായി നോക്കാം. അവരുടെ വിവാഹം, വിദ്യാഭ്യാസം, സർക്കാർ ജോലി, സ്വന്തമായി ഒരു വീട്, പിന്നെ ബിസിനസ്സിലുള്ള പുരോഗതി, പ്രൊമോഷൻ, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് നമുക്ക് നോക്കാം. മെയ് മാസം 31-ാം തീയതി വരെയും ഭാഗ്യാധിപനായ വ്യാഴഗ്രഹം 9-ാം ഭാവത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 9-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഒരു 80% ആൾക്കാർക്കെങ്കിലും യോഗങ്ങളും ഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും, പിന്നെ വീടുകളില്ലാത്തവർക്ക് സ്വന്തമായി വീട് കെട്ടാനുള്ള യോഗവും, സർക്കാർ ജോലിക്ക് ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ സർക്കാർ ജോലി ലഭിക്കാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉയർന്ന ജോലികൾ ലഭിക്കാനും യോഗങ്ങൾ ഉണ്ടായി. പഠിത്തത്തിൽ താല്പര്യം കുറഞ്ഞിരുന്ന, പിന്നോക്കം നിന്നിരുന്ന കുട്ടികളൊക്കെ നന്നായി പഠിച്ചു പരീക്ഷകളിലൊക്കെ ഉയർന്ന മാർക്കുകൾ നേടാനും സാധിച്ചു. ഭാഗ്യാധിപനായ വ്യാഴഗ്രഹം 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിന്നതുകൊണ്ട് മാത്രം എല്ലാ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും ലഭിക്കില്ല. സ്വന്തം ജാതകത്തിൽ മഹാദശകൾ നടന്നാലോ, ഭാഗ്യാധിപനായ വ്യാഴഗ്രഹം ഉച്ചസ്ഥ ബലവാനായി കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്താലോ, സ്വക്ഷേത്ര ബലവാനായി ധനുരാശിയിലോ മീനം രാശിയിലോ സ്ഥിതി ചെയ്താലോ ഈ പറഞ്ഞ നേട്ടത്തിന് അപ്പുറവും ലഭിക്കും. വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം പൊതുഫലമാണെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. വ്യാഴഗ്രഹം അനുകൂല ഭാവത്തിൽ നിന്നാൽ വളരെ വലിയ കഷ്ടപ്പാടുകൾ കൂടാതെ ജീവിച്ചു പോകാനും, കുട്ടികളെ കൊണ്ട് സമാധാനം ലഭിക്കാനും, കുടുംബത്തിൽ കലഹങ്ങൾ ഏർപ്പെടാതെ നമുക്ക് മുമ്പോട്ട് പോകാനും ഒക്കെ സാധിക്കും. 9-ാം ഭാവത്തിൽ നിന്ന് 10-ാം ഭാവത്തിലേക്ക്, പ്രവൃത്തി സ്ഥാനത്തിലേക്ക് ഉച്ചസ്ഥ ബലവാനായി കർക്കടകം രാശിയിൽ ഒരു വർഷക്കാലം വ്യാഴഗ്രഹം സ്ഥിതി ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലമാണ്. ഇവർക്ക് പ്രവൃത്തി ഗുണമുണ്ടാകും, ജോലിയിൽ ഉയർച്ച ഉണ്ടാകും, ശമ്പള വർധനവുണ്ടാകും. കുട്ടികൾക്കാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് യോഗമുണ്ടാകും. ബിസിനസ്സിലാണെങ്കിൽ ഉയർച്ച ഉണ്ടാകും. ബിസിനസ് പുതിയതായി തുടങ്ങാനിരിക്കുന്നവർക്കും നേട്ടമുണ്ടാകുന്ന കാലമാണ്. ഇനി ഏതായാലും 1-2 വർഷത്തെ വ്യാഴമാറ്റം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷിക്കാം. സ്വന്തമായി ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് ഈ വർഷം സാധിക്കും. കാരണം പ്രവൃത്തി സ്ഥാനത്ത് ഉച്ചസ്ഥ ബലവാനായി സ്വന്തം രാശിയിൽ, കർക്കടകം രാശിയിൽ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത് ഭാഗ്യമാണ്. ഇത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ശനിയെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും തടസ്സവും ഉണ്ടാകില്ല. കാരണം ശനി ഇഷ്ടഭാവമായ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. വ്യാഴഗ്രഹം 10-ലും. ഇനി നല്ല സമയമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം കൂടാതെ അത് നടന്നു കിട്ടും. ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. കൂടുതൽ നേട്ടങ്ങൾക്കായി വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും, മാസത്തിൽ ഒരു ദിവസം പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കുന്നതും ഉത്തമ ഫലങ്ങൾ ലഭിക്കും. ശനിയാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, പ്രദോഷത്തിന് നന്ദി ഭഗവാന്റെയും ശിവഭഗവാന്റെയും പൂജകളും അഭിഷേകങ്ങളും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ശനിയുടെ നേട്ടങ്ങൾ കൂടുതൽ ലഭിക്കും. ശനിയെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഇനി ഈ ഒരു വർഷക്കാലവും ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്ത് കാര്യമാണ് അറിയേണ്ടത് എന്നും ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയവും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും സർവശക്തൻ നൽകട്ടെ. വ്യാഴഗ്രഹം 10-ൽ നിന്നുകൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ നക്ഷത്രക്കാർക്കും നൽകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.